ടെക്നോളജിയിലും സീക മുന്നോട്ട്. സന്തോഷത്തിനെന്നും 100 മധുരമാണ്. ആവോളം മധുരം നുകരൂ സീക ഫ്രഷയിലൂടെ. Seco Fresh Bakes and Cafeteria, opposite Petrol Bunk, Ramanattukara. Customer care number 9061885582. Telephone number 04952441 384. വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾക്ക് കേരള നാട്ടിലേക്ക് പാതയൊരുക്കിയ അറബിക്കടലിന്റെ തിരമാലകളുടെ താരാട്ടുപാട്ട് കേട്ട് നിദ്ര പോകുകയും ഇരുദിക്കുകളിൽ നിന്നും ഇരുമ്പു പാളങ്ങളിലൂടെ കുതിച്ചോടി വരുന്ന തീവണ്ടികളുടെ ചൂളം വിളി കേട്ട് രാവുണരുകയും ചെയ്യുന്ന പഴയ പരപ്പനാട്, നവനാമാഭിഷേകം ചെയ്യപ്പെട്ട പരപ്പനങ്ങാടി. പരപ്പനങ്ങാടിയിൽ നിന്ന് ഒരു വിളിപ്പാടകലെ ചാരുതയാർന്ന ഉള്ളണത്തിന്റെ ഗ്രാമ സൗന്ദര്യത്തിലേക്ക് വാതിൽ തുറക്കുകയായി. പോക്കുവയിൽ പൊൻചേലയുടുപ്പിച്ച നെൽവയലുകളും മെലിഞ്ഞും നിറഞ്ഞും ഒഴുകുന്ന കടലുണ്ടിപ്പുഴയും അതിരിടുന്ന മനോഹര ഗ്രാമം ഉള്ളണം. നെല്ലും വാഴയും പച്ചക്കറികളും ഈ ഗ്രാമത്തിലെ കഠിനാധ്വാനികളായ കർഷകരുടെ വിയർപ്പാറ്റുന്ന തണുപ്പായി. ഏറെ നേരത്തെ കഠിനാധ്വാനത്തിനൊടുവിലെ വിശ്രമവേളകളിലെ നയനാനന്ദമായി. ഒടുവിൽ വിളവെടുപ്പിന്റെ നേരങ്ങളിലെ ഹൃദയാമോദത്തിന്റെ ഉത്സവമായി മാറുന്നു. ഗ്രാമത്തിലെ ടാർ ചെയ്തു മിനുക്കിയ റോഡിലൂടെ നടന്നാൽ പ്രവാസത്തിന്റെ ചൂടും ചൂരും വിരഹവും സങ്കടങ്ങളും ഒരു നാടിന്റെ മുഖച്ഛായ ഇത്രയൊക്കെ മാറ്റുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകും. ഓടുമേഞ്ഞ വീടുകളും നിരപ്പലകയുള്ള കടകളും ഇപ്പോൾ മണിമേടകൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും വഴിമാറിയിരിക്കുന്നു. പ്രതിസന്ധികളെയും സങ്കടങ്ങളെയും സർഗാത്മകമായി മറികടക്കാനും വിഷമങ്ങൾ ഉള്ളിലൊതുക്കി പുറമേക്ക് പുഞ്ചിരിക്കുവാനും കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കുവാനുമുള്ള സാധാരണ മനുഷ്യരുടെ സഫല വ്യായാമങ്ങളുടെ മനോഹരമായ അടയാളങ്ങളാണിവ. കോട്ടായി ജുമാ മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്നൊഴുകിപ്പരക്കുന്ന ബാങ്കുലികളും ഉള്ളണം ശിവക്ഷേത്രത്തിൽ നിന്ന് വിഹായുസിൽ വിലയിക്കുന്ന ഓംകാരനാദവും ഉള്ളണത്തിന്റെ ഗ്രാമജീവിതത്തിന് ഒരലൗകിക ദീപ്തി പ്രദാനം ചെയ്യുന്നു. നഗര സംസ്കൃതിയുടെ കാപട്യങ്ങളും നാട്യങ്ങളും ഈ ഗ്രാമജീവിതത്തിനുമേൽ അത്രയൊന്നും കളങ്കങ്ങൾ ഏൽപ്പിക്കാത്തതും ഈ ആത്മീയാനുഭവങ്ങളുടെ തലോടൽ കാരണമാവാം. വിദ്യാവിഹീനരും കർഷകരുമായ ഈ ജനത അക്ഷരജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വെളിച്ചത്തിലേക്ക് മിഴി തുറന്നു വയ്ക്കുന്നത് ഓത്തുപള്ളിയുടെ വാതായനങ്ങൾ അവർക്ക് മുമ്പിൽ പതിയെ തുറന്നതോടെയാണ്. ഇത് ഉള്ളണം AMUP സ്കൂൾ. ഉള്ളണത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക വളർച്ചയ്ക്ക് വെള്ളവും വളവുമേകി ഗ്രാമാതിർത്തികൾക്കപ്പുറത്തും പുകൾപെറ്റ വിദ്യാലയം. ഈ വിജ്ഞാന ഗോപുരം പ്രസരിപ്പിച്ച അറിവിന്റെ വെളിച്ചമന്വേഷിച്ചെത്തിയ ആയിരങ്ങൾ ഇന്ന് ജീവിത വഴികളിൽ സമൂഹത്തിന് വെളിച്ചം പകരുന്നത് ഈ സ്ഥാപനത്തിന്റെ പുണ്യം. അതിജീവനത്തിന്റെ അപ്പം തേടിയുള്ള യാത്രകളിൽ കൂട്ടായത് ഈ വിദ്യാലയം അവരിൽ അങ്കുരിപ്പിച്ച
തിരിച്ചറിവിന്റെ പാഥേയം. ആണ്ടുകൾക്കപ്പുറം ഒരോല മേൽപ്പുരയ്ക്കു താഴെ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ ഉരുക്കഴിച്ച ആ ഓത്തുപള്ളി ഇന്ന് 4 ബ്ലോക്കുകളിലായി 3 നില കെട്ടിടത്തിന്റെ പ്രൗഢിയിലാണ് വിരാജിക്കുന്നത്. സ്കൂളിന്റെ പടി കടന്നെത്തുന്ന 1300-ൽ പരം വിദ്യാർത്ഥികളും 40ഓളം അധ്യാപകരും ഉള്ളണത്തുനിന്നു മാത്രമല്ല പരിസര പ്രദേശങ്ങളിൽ നിന്നും കൂടിയാണ്. ആധുനിക കാലത്തെ ഏറ്റവും പുതിയ സങ്കേതങ്ങളും ബോധന രീതിശാസ്ത്രവും പഠിതാക്കളിൽ അന്തർലീനമായ നല്ല മൂല്യങ്ങളെ ഔചിത്യപൂർവം ആവിഷ്കരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. കുട്ടികളിൽ ജീവിത മൂല്യങ്ങൾ കരുപിടിപ്പിക്കുന്നതിലും അവരെ ഉത്തരവാദിത്വമുള്ള പൗരന്മാരാക്കി വളർത്തിയെടുക്കുന്നതിലും ഈ സ്ഥാപനം നിതാന്ത ജാഗ്രത പുലർത്തുന്നു. അക്ഷരവിത്തുകൾ പണ്ടേ വിതച്ചൊരൻ ഗ്രാമം, അക്ഷണം വിരിയുന്ന അറിവിൻ കുതിപ്പിലൻ ഗ്രാമം. അക്ഷരജ്ഞാനം എടുത്താണി പറയുമാ കാലം. അറിവിന്റെ ഉറവയായി ഈ പള്ളിക്കൂടമുണ്ടെന്നേ. അക്ഷരജനനിയിൽ അറിവെന്ന വാതിൽ തുറന്നേ. അക്ഷരവിത്തുകൾ പണ്ടേ വിതച്ചൊരൻ ഗ്രാമം. ദേശത്തെ ഗുരുകുലമിൽ വിദ്യ നുകർന്നതും ദോഷം രുചിക്കാതെ പിന്നിട്ട വഴികളിൽ ദേശാഭിമാനിയം ഗുരുജനപാതയിൽ തേജോമയത്തോടെ വിദ്യ പകർന്നവർ. സൗമ്യമാം ജീവിത നാൾ വഴി താണ്ടിയ സന്ദേശമായൊരു ആചാര്യനാണവർ. സഞ്ചാരപാതയിൽ സൂക്ഷ്മമാം കർമ്മങ്ങൾ സന്തോഷമാം വദന പുഞ്ചിരി തൂകിയും നന്മയായി നമ്മളിൽ മാതൃക നൽകിയ ഈ പാഠശാലയിലെ ഗുരുനാഥ ശ്രേഷ്ഠനാ. ഈ അങ്കണത്തിലെ ലോലമാം പടിതറിൽ ഈണമായി പൊഴിയുന്ന മധുരമാം മൊഴികളാ. ഈ പാഠശാലയിലെ ദീപമായി ശോഭിച്ച് അക്ഷര ഗോപുര പടികളിലൂടെയായി ശിഷ്ടമാം ജീവിത നൗകയിൽ യാത്രയാ. ഒരു മനുഷ്യനുണ്ടിവിടെ. കർമ്മനിരതനാണയാൾ. പ്രവർത്തന നൈരന്തര്യം അദ്ദേഹത്തെ ക്ഷീണിപ്പിക്കുകയല്ല, തന്നിലെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുകയാണ്. പത്ത് വർഷത്തോളം ഈ സ്കൂളിൽ ഞാൻ മാനേജറായിരുന്നിട്ടുണ്ട്. അതിൽ നേരത്തെ ശശി മാസ്റ്ററായിരുന്നു. അതിൻ്റെ ശേഷമാണ് പിന്നെ അബൂബക്കർ മാസ്റ്റർ ഈ സ്ഥാനത്ത് വന്നത്. ഒന്നിനൊന്ന് മെച്ചമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും സജീവമാകുന്ന ഒരു വ്യക്തി കൂടിയാണ് അബൂബക്കർ മാസ്റ്റർ.
ആ മനുഷ്യൻ അലസനായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനേ ആവില്ല. എവിടെയും നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികൾ സാഗൂതം ശ്രദ്ധിച്ചിരിക്കുന്ന ഗുരുനാഥനായി. സ്കൂൾ മുറ്റത്ത് ആർത്തുല്ലസിക്കുന്ന കുട്ടികൾക്കിടയിൽ അവരിലൊരാളായി. ഉച്ചനേരങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വാത്സല്യപൂർവം ഭക്ഷണം വിളമ്പുന്ന പിതൃതുല്യനായി. 24 മണിക്കൂറും ഈ സ്കൂളിൽ ഉണ്ടാകുന്ന ആളാണ്. രാവിലെ കാലത്ത് ഞാൻ സുബൈസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ മാസ്റ്റർ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. അതുകൊണ്ട് മഴ ബിസ്കരിച്ച് വരുമ്പോഴും മാസ്റ്റർ ഇവിടുന്ന് പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ രാത്രി 8 മണിക്കും മാസ്റ്റർ ഇവിടെ ഉണ്ടാവും. മാസ്റ്റർ 24 മണിക്കൂർ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ച ആളാണ്. കൂടെ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോട് അദ്ദേഹം പെരുമാറുന്ന രീതികൾ അത് തീർത്തും ആകർഷണീയമാണ്. നമുക്കെന്നും മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളൂ. മാഷ് നമ്മളെ നയിക്കുന്നുണ്ടെങ്കിലും ആ കാലം കടന്നുപോയത് തീരെ അറിഞ്ഞില്ല. 12 വർഷമാണ് കഴിഞ്ഞത്, തീരെ അറിഞ്ഞില്ല. കാരണം മാഷ് അത്ര ലളിതമായ നമ്മളുള്ള പെരുമാറ്റം, പിന്നെ ക്ഷമ, നമ്മളോടൊക്കെയുള്ള വളരെ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ വളരെ എന്താ പറയുക, നമ്മൾ എല്ലാവരും ഒരു മാതൃകയാക്കേണ്ടതാണ് മാഷെ. ഓഫീസ് റൂമിലെ ഔദ്യോഗിക രേഖകൾ പരിശോധിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായി. ഞാൻ രാവിലെ 6 മണിക്ക് എൻ്റെ കുട്ടിയെ മദ്രസയിൽ കൊണ്ടാക്കി വരുമ്പോൾ ഇവിടെ ക്യാമ്പസിൻ്റെ ഗേറ്റ് തുറന്നിട്ടായിട്ട് കണ്ടു. ഞാൻ PTA എൻ്റെ ആൾ എന്നൽക്ക് എന്താണ് ഇപ്പോൾ ഈ അസമയത്ത് തുറന്നതെന്നാൽ ഞാൻ വന്ന് നോക്കിയപ്പോൾ അബൂബക്കർ സാർ ഇവിടെ ഈ അങ്ങിങ്ങായിട്ട് പരന്നു കിടക്കുന്ന ഈ ഉണങ്ങിയ ഇലകളും അതുപോലെ തന്നെ പേപ്പർ കഷ്ണങ്ങളെല്ലാം പെറുക്കി കൂട്ടി ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് കത്തിക്കുന്ന ഒരു കാഴ്ച. സ്കൂൾ മുറ്റവും പരിസരങ്ങളും വൃത്തിയായി പരിപാലിക്കുന്നതിലെ നേതൃസ്ഥാനീയനായി. അങ്ങനെ എല്ലായിടത്തും എവിടെയും ഒരേ ആത്മാർത്ഥത, കർമ്മകുശലത, ഒരേ ആവേശം. എപ്പോഴും ഇവിടെ കാണി. എപ്പോഴും വെച്ചാൽ ഏത് സമയത്ത് രാവിലെ 6:30 മണി മുതലിച്ചിട്ട് വൈകുന്നേരം 9 മണി നമ്മൾ ഇവിടെ നിസ്കരിച്ച് പോകുന്ന വരെ ഇവിടെ ഉണ്ട്. ഞാൻ ഈ പള്ളിയിട്ട് എപ്പോഴും ഇവിടെ ഉണ്ടായതുകൊണ്ട് എപ്പോഴും ഇവിടെ ഉണ്ടാവും. ആ നേരം വരെ ആരുണ്ടാവും ഇവിടെ സ്കൂളിൽ വന്ന് നോക്കിയാൽ ഈ ലൈറ്റും കത്തിച്ച് മൂപ്പർ ഇവിടെ ഉണ്ടാവും. അത്രയും ഒരു സൗഹാർദ്ദം നിലക്കാണ് മൂപ്പർ ഈ സ്ഥാപനത്തിനോട് സ്നേഹിച്ചു പോകുന്നത്. ഈ സ്ഥാപനത്തിന്റെ പ്രധാന അധ്യാപകനാണ് അദ്ദേഹം. 12 വർഷമായി ആ സ്ഥാനം അദ്ദേഹം അലങ്കരിക്കുന്നു. അതിനു മുൻപ് ഒരുപാട് വർഷങ്ങൾ സഹ അധ്യാപകനായും. ഒരു പ്രധാന അധ്യാപകനിൽ ഔദ്യോഗികമായി നിക്ഷിപ്തമാകുന്ന സാമ്പ്രദായിക രീതികളെയൊക്കെ തന്റെ സർഗാത്മകത കൊണ്ട് മറികടക്കുകയാണ് അദ്ദേഹം. ഓഫീസ് ഫയലുകളുടെയും സർവീസ് പുസ്തകങ്ങളുടെയും ഇടയിൽ ആരംഭിക്കുകയും അവിടെ തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന കർമ്മങ്ങളല്ല ഒരു പ്രധാന അധ്യാപകന് ചെയ്യാനുള്ളതെന്ന് അദ്ദേഹം തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ്. ആയിരത്തി 1981 ജൂൺ 1 ഇവിടെ സ്കൂളിൽ കയറി. അതായത് എനിക്ക് 18 വയസ്സും പൂർത്തിയായ ദിവസം തന്നെ. അതായത് ഒരാൾക്ക് സർവീസിൽ കിട്ടാവുന്ന ഏറ്റവും മാക്സിമം കിട്ടാവുന്ന സർവീസ് 38 വർഷം ഈ മാതൃവിദ്യാലയത്തിന് ഇവിടെ തന്നെ ജോലിയിൽ കയറാൻ കഴിയും. അത് ഞാൻ വലിയൊരു അഭിമാനമായിട്ട് നമ്മളെ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ ഈ സ്കൂളിൻ്റെ പരിസരവും ഇവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം. പള്ളിദർസ് അധ്യാപകനും മതപണ്ഡിതനും വാഗ്മിയുമായിരുന്ന മുഹമ്മദ് മുസ്ലിയാരുടെയും ഫാത്തിമയുടെയും മകനായി 1961 ഒക്ടോബർ 10 അബൂബക്കർ മാസ്റ്റർ ജനിക്കുന്നത്. തമിഴ്നാട്ടിലെ വെല്ലൂരിലുള്ള ബാഖയാത്തുൽ സ്വാലിഹാത്തിൽ നിന്ന് ബാഖവി ബിരുദം കരസ്ഥമാക്കിയ പിതാവ് മുഹമ്മദ് മുസ്ലിയാരുടെ ലളിത ജീവിതവും ജീവിത മൂല്യങ്ങളും അബൂബക്കർ മാസ്റ്റർ അനന്തരമെടുത്തു. ബാപ്പാൻ്റെ ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബാപ്പാക്കുള്ള പാരമ്പര്യം എന്ന് വെച്ചാൽ ബാപ്പ പഠിക്കുക, പഠിപ്പിക്കുക, പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് നല്ല ഉത്തരം പറഞ്ഞു കൊടുക്കുക. ആ ഒരു സ്വഭാവം നമ്മൾ അബൂബക്കർ മാസ്റ്റർക്കും നിലവിലുണ്ട്.
കലർപ്പുകളും അബദ്ധധാരണകളുമില്ലാത്ത നിർമ്മല ജീവിതം നയിക്കുന്നതിൽ അബൂബക്കർ മാസ്റ്റർക്ക് കരുത്തായത് അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും സന്ധി ചെയ്യാതിരുന്ന പിതാവിന്റെ പേനയും നാവും മുതിർത്ത ധീര നിലപാടുകളായിരുന്നു. എൻ്റെ ഉപ്പാൻ്റെ ഡയറി പ്രകാരം 61 ജനനം. 61 എന്ന് പറയുമ്പോൾ ഇപ്പം 58 വയസ്സായി. മെയ് 63 സ്കൂൾ രേഖയിലുള്ളത്. അപ്പോൾ അന്ന് ഈ മദ്രസ വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ പ്രാധാന്യം. പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ചും ഭൗതിക വിദ്യാഭ്യാസം അങ്ങനെ നൽകാത്ത ഒരു കാലമാണ്. അപ്പോൾ അന്നത്തെ സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ നിർബന്ധിച്ച് കുട്ടികളെങ്ങനെ ചിലർ കൊണ്ടുപോകും. അങ്ങനെ എന്നെയും എൻ്റെ ഉപ്പല്ല എന്നെ ചേർത്തിയെന്ന് തോന്നുന്നു. ആരോ എന്നെ 1ാം ക്ലാസ്സിൽ ചേർത്തി. 4ാം ക്ലാസ് മുതൽ ഇവിടെയാണ് പഠിച്ചത്. പിന്നെ മാഷ് ഇവിടെ നിന്ന് LP സ്കൂളേ ഉള്ളൂ. 4ാം ക്ലാസ് കഴിഞ്ഞ് മാഷ് പോയി. പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടാണ് അബൂബക്കർ മാഷ് അധ്യാപകനായിട്ട് വരുന്നത്. ഇവിടെ LP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുറച്ചും കൂടി ക്ലാസ് റൂമുകളിൽ വെച്ച് എനിക്കൊരു പരിഗണന കിട്ടിയിരുന്നു. ഇവിടെ ക്ലാസ്സിലെ കുട്ടികളെക്കാൾ കൂടുതൽ കുറച്ച് ഒഴുക്കോടുകൂടി വായിക്കുകയും എഴുതുകയും കണക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് ഇവിടുത്തെ പിന്നെ അവർക്കൊക്കെ താല്പര്യമായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മോമാലി മാഷ എൻ്റെ ഒരു റിലേഷൻ ആയതുകൊണ്ട് മൂപ്പരും എന്നെ ആയിട്ടുള്ള ബന്ധം, മോമാലി മാഷയുള്ള ബന്ധം കൊണ്ട് അദ്ദേഹം കുറച്ച് ശ്രദ്ധിച്ചിരുന്നു. പള്ളിക്കൂടത്തിന്റെ പടികൾ ചവിട്ടിയിട്ടില്ലെങ്കിലും സ്വപ്രയത്നം കൊണ്ട് അക്ഷരജ്ഞാനം നേടിയ മാതാവ് ഫാത്തിമയുടെ സ്ഥിരോത്സാഹം സ്നേഹത്തിനും കരുതലിനുമൊപ്പം മാഷിലേക്ക് പകർന്നു. ഉമ്മയായിരുന്നു അന്ന് ആ കാര്യത്തിലൊക്കെ രാവിലെ കുളിപ്പിച്ച് മുടിയൊക്കെ ചീകി ഇതാക്കി ഇരുന്നു. പിന്നെ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഭക്ഷണം, പിന്നെ വീട്ടിൽ ഞാൻ ഒരു ആൺകുട്ടി ഞാനുള്ളൂ, ബാക്കി 3 പെൺകുട്ടികളാണ്. അപ്പോൾ വീട് നോക്കേണ്ടവരെന്നുള്ള ഭാവിയിൽ ഒരു ആൺകുട്ടി എന്നുള്ള നിലക്ക് പിന്നെ കൂടുതൽ പരിഗണന എനിക്ക് കിട്ടിയിരുന്നു. 4ാം ക്ലാസ് വരെ ഉള്ളണം LP സ്കൂളിൽ പഠിച്ച അബൂബക്കർ മാസ്റ്റർ അമ്മാവന്റെ പ്രേരണയിലാണ് നെടുവ ഗവൺമെന്റ് UP സ്കൂളിൽ ചേർന്ന് പഠനം തുടരുന്നത്. ദാരിദ്ര്യവും കടുത്ത സമരങ്ങളും സാമൂഹ്യ ജീവിതത്തെ ആമൂലം ഗ്രസിച്ച അക്കാലം സ്കൂളിനെയും പഠനത്തെയും പരിഗണന പട്ടികയിലെ ഏറ്റവും അവസാനത്തെ ഇനങ്ങളാക്കിയൊതുക്കി. എങ്കിലും പണമുള്ളവർ ഇടയ്ക്കെപ്പോഴെങ്കിലും വിളമ്പുന്ന കഞ്ഞിയിൽ പ്രതീക്ഷയർപ്പിച്ച് മറ്റുള്ളവർക്കൊപ്പം അബൂബക്കർ മാസ്റ്ററും സ്കൂളിലേക്ക് പോയി. ഞാൻ 1969 സ്കൂളിൽ ചേർന്ന് അന്ന് അബൂബക്കർ മാഷ് എൻ്റെ ഓർമ്മ അനുസരിച്ച് 3ാം ക്ലാസ് പഠിക്കാം. ഈ സാഹിത്യ സമാജം, ബാലസമാജം ഇങ്ങനെ പേരിൽ 2 ഉണ്ട്. അപ്പോൾ 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ അബൂബക്കർ മാഷ് ഒരു മാപ്പിളപ്പാട്ട് ഒരു ആക്ഷൻ സോങ് ആയിട്ട് അവതരിപ്പിക്കുക. അതാണ് ഞാൻ അബൂബക്കർ മാഷെ എന്നെ ആകർഷിച്ച അബൂബക്കർ മാഷയുടെ ആദ്യത്തെ സംഭവം. സുബർക്കത്തിൽ നമുക്ക് ഇങ്ങനെ കടക്കാം ബാപ്പ എന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ് ആ മാപ്പിളപ്പാട്ട് ആരംഭിക്കുന്നത്. സുബർഗത്തിൽ നമുക്കെങ്ങനെ കഴിയാം മോനെ, ബിരിയാണിയും കഴിച്ചങ്ങനെ കഴിയാം മോനെ, നരകത്തിൽ നമുക്കെങ്ങനെ കഴിയാം മോനെ, പഴങ്കഞ്ഞി കുടിച്ചങ്ങനെ കഴിയാം മോനെ. ഇതായിരുന്നു പാട്ട്. ഈ പാട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പാടിയത്. കാരണം അന്നായതുകൊണ്ടത് ഈ സ്റ്റേജിൽ ഇത് രംഗത്ത് അഭിനയിക്കുകയാണ്. ഒരാൾ ബാപ്പയായിട്ടും ഒരാൾ മോനായിട്ടും. ഇത് ദിവസങ്ങളോളം നാട്ടിൽ എൻ്റെ അഭിനയം ഇതൊക്കെ ചർച്ചാ വിഷയമായി. അപ്പോൾ അത് അന്ന് അങ്ങനെ ഒരു പരിഗണന ടീച്ചേഴ്സിൻ്റെ ഇടയായിരുന്നു. അപ്പോൾ അന്ന് തന്നെ മാഷയുടെ ആ സംസാരത്തിൻ്റെ ശൈലിയും പിന്നെ മാഷയുടെ ആ ഭാവങ്ങളും ആ അഭിനയവും കണ്ടപ്പോൾ ഒരു വലിയ കലാകാരൻ ഈ അബൂബക്കർ മാഷിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അന്ന് തന്നെ എൻ്റെ മനസ്സിൽ വേരൂന്നിയിട്ടുണ്ട്. BEM സ്കൂളിൽ 8ാം തരത്തിൽ പഠിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പൗരാവകാശങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും കൂച്ചുവിലങ്ങിട്ട അടിയന്തരാവസ്ഥ കാലത്ത് മറ്റിടങ്ങളിലെന്ന പോലെ സ്കൂളുകളും കാര്യക്ഷമമായി പ്രവർത്തിച്ചു. അത് വിദ്യാർത്ഥികൾക്ക് ഗുണകരമായി മാറി. പഠനം കൃത്യമായി നടന്നു. 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ വന്നത്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാ അധ്യാപകരും പൊതുവെ എല്ലാ വളരെ സജീവമായിട്ട് പുറത്തു നിന്നുള്ള ഒരു പിന്നെ അന്വേഷണവും മറ്റ് കാര്യങ്ങളും അതിൻ്റെ സൂപ്പർവിഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും സ്കൂളുണ്ടായിരുന്നു. പിന്നെ വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ നെടുവ സ്കൂളിലേക്കും BM സ്കൂളിലേക്കും പഠിക്കുമ്പം ആ വഴിയിലുണ്ടായ അനുഭവങ്ങളാണ്.
10ാം ക്ലാസ്സിലെ റിസൾട്ട് അറിയാൻ പോയ അബൂബക്കർ മാസ്റ്റർ ജയിച്ച കുട്ടികളുടെ ലിസ്റ്റിൽ തന്റെ പേരു കാണാതെ മടങ്ങി. വഴിയിൽ വെച്ചു കണ്ട സഹപാഠിയിൽ നിന്നാണ് ജയിച്ച കുട്ടികളുടെ ലിസ്റ്റിൽ തന്റെയും പേരുള്ളതായി അദ്ദേഹം അറിഞ്ഞത്. 10ാം ക്ലാസ്സിൽ ഇവരെന്ത് വെച്ചാൽ പഠിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തി ഒരു ഡിവിഷൻ വേറെ ഉണ്ടാക്കി. 10A എന്ന് പറഞ്ഞ ഡിവിഷൻ ഉണ്ടാക്കി. ആ ഡിവിഷനിൽ വന്നപ്പം ഒരു ഹിന്ദി ടീച്ചർ എന്നോട് പറഞ്ഞു, ഇവിടെയും വരാൻ പറ്റാത്ത കുറച്ച് കുട്ടികളുണ്ട്, പഠിക്കാത്ത കുറേ കുട്ടികൾ എങ്ങനെയോ വന്നു പോയതുണ്ട്. അതിൽ എന്നെ ചൂണ്ടിയിട്ടാണ് ഒന്ന് പറഞ്ഞത്. പിന്നെ അപ്പോൾ അത് എനിക്കൊരു വാശി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രീ ഡിഗ്രിക്ക് തിരൂരങ്ങാടി PSMO കോളേജിൽ ചേർന്നു. കോളേജ് പഠനത്തേക്കാൾ പ്രധാനം വീട്ടിലെ അരവയറുകൾ നിറയ്ക്കലാണെന്ന തിരിച്ചറിവിൽ പ്രീ ഡിഗ്രി പഠനം പാതിയിൽ നിർത്തി. തൊട്ടടുത്ത TTIയിൽ അധ്യാപക വിദ്യാർത്ഥിയായി ചേർന്നു. ടീച്ചിംഗ് മെത്തഡോളജിയും പഠന മനഃശാസ്ത്രവും അധ്യാപന പരിശീലനവുമായി 2 വർഷക്കാലം. കഴിഞ്ഞ 38 വർഷങ്ങൾ സഹാധ്യാപകനായും പിന്നീട് പ്രധാന അധ്യാപകനായും വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ബെസ്റ്റ് PT അവാർഡ് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അത് ജീവിതത്തിലെ വളരെ ഒരു സന്തോഷകരമായി ഈ പ്രധാനാധ്യാപകന് ശേഷം കിട്ടിയ വലിയൊരു സ്കൂളിൽ അങ്ങനെ ഒരു ബെസ്റ്റ് PT എന്നുള്ളൊരു അവാർഡ് കിട്ടിയത്. അന്നത്തെ പ്രവർത്തനങ്ങളുമുണ്ട്. അതിൽ ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അതിൽ അന്നത്തെ PTA പ്രസിഡൻറ്റ്, പിന്നെ ഇതിൽ കൂടുതൽ കാലം PTA പ്രസിഡൻ്റ് ആയത് ആദ്യകാലത്ത് നമ്മളെ MAK തങ്ങൾ എന്ന് പറഞ്ഞ ആൾ കുറച്ച് കാലം PTA പ്രസിഡൻ്റ് ആയിരുന്നു. പിന്നെ അധിക കാലം എന്നുണ്ടായാൽ CN അബ്ദുൽ ഖാദറാണ്, ബാവ എന്ന് വിളിക്കുന്ന CN അബ്ദുൽ ഖാദറാണ് പിന്തുണയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ മികച്ച പിന്തുണ ഇതിലുണ്ടായിട്ടുണ്ട്. PTA കീഴിൽ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ PTA കമ്മിറ്റി അത് വളരെ ഭംഗിയായി ഓരോ മേഖലകളിലും സ്കൂളിൻ്റെ വിവിധ മേഖലകളിലും സ്പർശിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പങ്കുവഹിച്ച ആളാണ് നമ്മളെ അബൂബക്കർ സാർ. അതിന് ഉദാഹരണമായിട്ട് പറയാം, ഏറ്റവും നല്ല PTAക്കുള്ള അവാർഡ് 2014 സബ് ജില്ലയിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റി. അതിന് മുഖ്യ പങ്ക് വഹിച്ചത് അബൂബക്കർ സാറാണ്. ഓഫീസ് റൂമിന്റെ ചതുര വടിവിനപ്പുറമുള്ള വിശാലതയിൽ തന്റെ സാന്നിധ്യം കൊണ്ട് പ്രവർത്തനങ്ങളുടെ മഴവില്ല് തീർക്കുകയാണ് അദ്ദേഹം. നമ്മുടെ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ പഠിക്കൂല, നിലവാരമില്ല എന്ന് പറഞ്ഞിട്ട് BMR എടുക്കൂല. അവിടെ ഒരു സീറ്റ് കിട്ടാൻ വലിയ പാടാണ്. സൂപ്പിക്കുട്ടിയിലാണ് എന്നും പരാതിയാണ്. ഇവിടുന്ന് ചെല്ലുന്ന കുട്ടികൾക്ക് എഴുതാനും അറിവും വായിക്കാനല്ല. ഇന്ന് ആ പരാതി ഇല്ല എന്ന് മാത്രമല്ല, ഉള്ളണ സ്കൂളിലെ കുട്ടികളെ എവിടെ എടുക്കും. കുട്ടികളെ സംബന്ധിച്ച് ഉയർന്ന നിലവാരമുള്ള കുട്ടികൾ നമ്മളിവിടുന്ന് പോകുന്നു, വ്യത്യസ്ത മേഖലയിൽ എത്തിച്ചേരുന്നു. അവരെക്കുറിച്ച് ഇപ്പം നമ്മൾക്ക് കാര്യമായ പരാതികൾ ഈ അടുത്ത കാലത്ത് ഇല്ല. ജീവിത മത്സരങ്ങളിൽ കൂടെയുള്ളവരെ കൂടി കനിവാർന്ന കണ്ണുകളാൽ കടാക്ഷിക്കണമെന്നും ദൈന്യ ജീവിതങ്ങളുടെ ദീനരോദനം കാതുകൾ കൊണ്ടല്ല ഹൃദയങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങണമെന്നും കരങ്ങൾ അപരന് കൈത്താങ്ങാവണമെന്നും നിരന്തരം പഠിതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന ഈ സ്ഥാപനം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചേതോഹരമായ അനുഭവങ്ങൾ കൂടി പഠന പ്രവർത്തനങ്ങളിൽ സമം ചേർക്കുന്നു. ആഴ്ചയിൽ ഒരു ദിനം വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിക്കുന്ന ചില്ലറത്തുട്ടുകളുടെ പല തുള്ളികൾ ആലംബഹീനരുടെയും നിത്യരോഗികളുടെയും പൈതാഹം തീർക്കുന്ന തീർത്ഥജല പ്രവാഹമായി മാറുന്നു. കാരുണ്യഹസ്തം പദ്ധതി കേവലാക്ഷരങ്ങളുടെ അലങ്കാരമല്ല, പവിത്രമായ മഹാ ആശയമായി പ്രോജ്വലിക്കുകയാണ്. 18 വയസ്സിലുള്ള അവിടെ ചേർന്നത്. അപ്പോൾ അന്ന് തുടക്കത്തിൽ അന്നത്തെ പ്രധാനാധ്യാപകൻ എന്നെ ഒരു ട്രെയിനിങ്ങിന് പറഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ 1-2 കൊല്ലം ഞാനിവിടെ സ്കൗട്ട് യൂണിറ്റ് തുടങ്ങിയതായിരുന്നു. നേവി ബ്ലൂ യൂണിഫോമിൽ ചടുല പദചലനങ്ങളോടെ നിസ്വാർത്ഥതയെ പുഞ്ചിരിയിൽ ഒളിപ്പിച്ച് സേവന നിരതരായ ഒരു പറ്റം പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ടിവിടെ. ലോകം മുഴുവനും ഒഴുകിപ്പരന്ന ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ. പിന്നെ ഇവിടെ അരവിന്ദ് സാർ വന്നു. അരവിന്ദ് സാർ അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ട് ചോദിക്കുന്നതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എവിടേക്ക് പോവുകയാണെങ്കിലും ഏത് ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഉള്ളണം സ്കൂൾ യൂണിറ്റ്. Good morning, students. Good morning. Now we are in our enrichment theater. So in this class, we are going to say something about our ambition in our life. പഠിതാക്കളെ ദൃശ്യവിസ്മയത്തിന്റെ നിറക്കാഴ്ചകളിലേക്ക് മാടി വിളിക്കുകയാണ് സ്കൂളിലെ എൻറിച്ച്മെന്റ് തിയേറ്റർ. സങ്കീർണമെന്ന് വിധിയെഴുതപ്പെട്ട അക്കാദമിക ആശയങ്ങൾ അത്രമേൽ ലളിതവും ഹൃദ്യവുമാവുകയാണിവിടെ. ഞാൻ 81-ൽ കയറി വന്നത് മുതൽ ഈ ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്കൂളുകളിലേക്ക് ആവശ്യമായ
പുസ്തകങ്ങൾ എടുക്കാനും ആദ്യകാലം തൊട്ടേ ഒരു ചെറിയ ഒരു 100-200 ബുക്കുകളുള്ള ഒരു ലൈബ്രറിയിൽ നിന്ന് 10,000-ത്തിലധികം പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറിയാക്കി ഇത് മാറ്റി. സ്കൂളിൽ വായന തളിരിടുകയും പൂക്കുകയും കായ്ക്കുകയുമാണ്. ഈ വിദ്യാലയം തുറന്നുവെച്ച ലൈബ്രറിയുടെ വാതായനങ്ങളിലൂടെ കുട്ടികൾ വായനയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ സയൻസ് ലാബ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് ചാർജ് ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലാബിന് വേണ്ടി മുന്നിട്ടിരിക്കുകയും അതവിടെ സജ്ജീകരിക്കുകയും ചെയ്യുന്നതിൽ ഒരു വലിയ മേൽനോട്ടം വഹിക്കാൻ കഴിഞ്ഞിട്ട് വളരെ സന്തോഷം എനിക്ക് തോന്നിയ അനുഭൂതി ഉണ്ടായി. സുസജ്ജമായ സയൻസ് ലാബിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ചുരുളഴിയുന്ന നിഗൂഢതകൾ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ ശാസ്ത്ര സത്യങ്ങളെ അനാവൃതമാക്കുന്നു. ശാസ്ത്രബോധവും യുക്തിചിന്തയുമുള്ള ഈ തലമുറ അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അടിവേരറുത്ത് കളയാൻ പ്രാപ്തിയുള്ളവരാവണമെന്ന് ഈ സ്ഥാപനത്തിന് നിർബന്ധമുണ്ട്. ശാസ്ത്രമേളയായിരുന്നു. ഇത്തരം മേളകളൊന്നും നമ്മുടെ സ്കൂള് അത്ര മുമ്പിലില്ല. വെറും പ്രവൃത്തി പരിചയ മേള മാത്രമായിരുന്നു നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. അപ്പോൾ ശാസ്ത്രമേളയിൽ നമ്മൾ ആവർത്തിച്ച് ചാമ്പ്യന്മാരായിരുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. കിതച്ചോടിയും കുതിച്ചു ചാടിയും ഊക്കിലെറിഞ്ഞും ഈ കുട്ടികൾ പിറകിലാക്കുന്നത് വേഗത്തെയും ഉയരത്തെയും അകലത്തെയുമാണ്. സ്കൂൾ മൈതാനത്തിന്റെ പരുപരുത്ത പ്രതലങ്ങളിൽ അവരുടെ കരുത്തുറ്റ കാലുകൾ ഉതിർക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ നാളെയുടെ രാജ്യാന്തരീയ വേദികളിൽ മിന്നൽ പിണരുകളായി പ്രതിഫലിക്കാതിരിക്കില്ല. ആധുനിക ഫുട്ബോളും ക്രിക്കറ്റുമെല്ലാം അഴകു തികഞ്ഞ ആരവങ്ങളായി ഈ മൈതാനത്ത് മാറ്റുലികൊള്ളുന്നു. ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് പഠനാനുഭവങ്ങൾ നൽകുന്ന ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും അതിലൊക്കെ ഒന്നുകിൽ മേൽനോട്ടം വഹിക്കുകയോ അതിൽ പങ്കാളിത്തം ചെയ്യാനോ കഴിഞ്ഞിട്ടുണ്ട്. പ്രതിഭയുടെ കുഞ്ഞുവിത്തുകൾ ഉള്ളിലൊളിപ്പിച്ചവരാണ് ഓരോ ശിശുക്കളും. സാധ്യതകളുടെ 1000 അവസരങ്ങളൊരുക്കി അവരെ കാത്തിരിക്കുകയാണ് ഈ സ്ഥാപനം. വളരാനും വിലസാനുമുള്ള 1000 അവസരങ്ങൾ. ഔദ്യോഗിക അധികാരങ്ങൾ അദ്ദേഹത്തെ അധികം സൗമ്യനാക്കുകയാണ്. വിനയവും ലാളിത്യവും പ്രായഭേദമന്യേ ആർക്കും അദ്ദേഹത്തെ പ്രാപ്യനാക്കുന്നു. ഷമാഷ് അന്നും ഭയങ്കര സൗമ്യമായിട്ടാണ് ഉണ്ടായാൽ. ഷമാഷ് അയാൾ വലിയൊരു അധ്യാപകനാണെന്നുണ്ടെങ്കിലും ഞാൻ അത്ര വലിയ വീരുള്ള ആളാണെന്നുള്ളൊരു യാതൊരു ഇതും അയാൾക്ക് ഉണ്ടായില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നതാണ്. അത് ഞാൻ ഒരു വലിയൊരു അധ്യാപകനാണ്. സാധാരണ ഒരു എച്ചമ്മാകുമ്പം സാധാരണ നമ്മൾ കാണുന്നതാണ് അയാൾക്ക് ഭയങ്കര ഒരു പോകണമെങ്കിൽ ഒരു എച്ചമ്മാണ് പോണത് എന്നുള്ളതൊക്കെ ഉണ്ടാവും. അയാൾക്ക് അങ്ങനെ ഒരു ഇതില്ല. അയാൾക്ക് അങ്ങനെ ആരെയും ഇന്നങ്ങനെ പറയുന്നുള്ള താല്പര്യമില്ലാത്ത ഒരാളാണ്. കല്ലെ പിളർക്കുന്ന കൽപ്പനകൾ കൊണ്ടല്ല, സൗമ്യമായ പുഞ്ചിരി ഉതിർത്തുകൊണ്ടാണ് തന്റെ സഹപ്രവർത്തകരെ അദ്ദേഹം നയിക്കുന്നത്. ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ടല്ല, തന്റെ ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് അദ്ദേഹം മാതൃകയാകുന്നത്. അതിരാവിലെ തന്നെ സ്കൂളിലെത്തി വളരെ ലൈറ്റായി, ഏകദേശം രാത്രി 11 മണി എന്ന് തന്നെ പറയാൻ പറ്റാവുന്ന രൂപത്തിൽ ആ സ്ഥാപനത്തിൽ നിന്നും അതിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള ജോലികൾ വളരെ ഭംഗിയായി പൂർത്തീകരിച്ച് പുറത്തു പോകുന്ന ഒരു അധ്യാപകൻ ഈ നാടിന് ഒരു മാതൃക തന്നെയാണ്. വളരെ സങ്കീർണമായ ഔദ്യോഗിക വ്യവഹാരങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നതിലും അവയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഒരു പ്രത്യേക പ്രാവീണ്യം തന്നെയുണ്ട് അബൂബക്കർ മാസ്റ്റർക്ക്. അദ്ദേഹത്തിന്റെ സേവനം നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. സഹപ്രവർത്തകരുടെ ഔദ്യോഗിക ജീവിത പരിസരങ്ങളിലെ ഫയൽ കുരുക്കുകൾ ലളിതമായി അഴിച്ചെടുക്കുവാനുള്ള ഈ പാഠവം അവർക്ക് നൽകുന്ന ആശ്വാസം അതിരുകളില്ലാത്തതാണ്. യുവ കർഷകർ എന്നുള്ള നിലക്ക് എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യലും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കലും, കൊയ്ത്തുത്സവം ഇവിടെ നടന്നിരുന്നു. അതിന് കുട്ടികളൊക്കെ ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കുകയും ഈ കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃഷിനോടുള്ള ആത്മാർത്ഥത സാർത് എത്ര തന്നെ ആയാലും നമുക്ക് വതിവരാത്തൊരു സംഭവമാണ്. അധ്യാപനത്തിലെ നൂതനാശയങ്ങൾ മുറുകെ പുണർന്ന അബൂബക്കർ മാസ്റ്റർ അധ്യാപന വഴിയിൽ കാലത്തോടൊപ്പം മറ്റാരേക്കാളും മുൻപേ സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ് മുറികൾ കഥകളാലും കവിതകളാലും സമ്പന്നമാകുന്നതും മറ്റൊന്നും കൊണ്ടല്ല, പഠിതാക്കളുടെ ഹൃദയത്തോടടുത്തു നിൽക്കാൻ മനഃശാസ്ത്രത്തിന്റെയും ആധുനിക ബോധന ശാസ്ത്രത്തിന്റെയും ചേരുവകൾ തന്റെ അധ്യാപനത്തിലെ രുചിക്കൂട്ടുകളായി ചേർക്കുന്നു. പോകുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിന് ഒരു തീരാ നഷ്ടം തന്നെ. എല്ലാത്തിന്റെയും നിയാമക ശക്തിയായ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ മാത്രം
തന്റെ പ്രവർത്തനങ്ങൾ എഴുതി ചേർക്കപ്പെടണമെന്ന് മൂകനായി പ്രാർത്ഥിച്ചുകൊണ്ട് തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകി എണ്ണമറ്റ ശിഷ്യസമ്പത്തിന്റെ ഉടമയായി അഹങ്കാരലേശമന്യേ വിനയാന്വിതനായി ധന്യമായ ജീവിതത്തിലൂടെ നിശബ്ദനായി ആരവങ്ങളിൽ നിന്നൊഴിഞ്ഞ് നടന്നു നീങ്ങുകയാണ് അദ്ദേഹം. അക്ഷരവിത്തുകൾ പണ്ടേ വിതച്ചൊരൻ ഗ്രാമം, അക്ഷണം വിരിയുന്ന അറിവിൻ കുതിപ്പിലൻ ഗ്രാമം. അക്ഷരജ്ഞാനം എഴുത്താണി പറയുമാ കാലം, അറിവിന്റെ ഉറവയായി ഈ പള്ളിക്കൂടമുണ്ടെന്നേ. അക്ഷരജനനിയിൽ അറിവെന്ന വാതിൽ തുറന്നേ. അക്ഷരവിത്തുകൾ പണ്ടേ വിതച്ചൊരൻ ഗ്രാമം. Seco Fresh Bakes and Cafeteria, opposite Petrol Bunk, Ramanattukara. Customer care number 9061885582. Telephone number 0495 2441 384.